ഹായ്, നമ്മളെല്ലാരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരായിരിക്കും അല്ലെ? പൈസ ഇല്ലാത്തതിന്റെ പേരിൽ കുറെയൊക്കെ സ്വപ്നങ്ങൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, ശരിയല്ലേ? പക്ഷേ ബോച്ചേട്ടി ലക്കി ഡ്രോ വിന്നർ ആവുന്നതിലൂടെ നമ്മുടെ ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ തന്നെ സ്വപ്നം നേടിയെടുക്കാൻ പോകുന്ന ഒരാളെയാണ് നമ്മളിപ്പോ കോൺടാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. മാം നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? മാം എന്നെ മനസ്സിലായോ? എന്റെ പേര് ആഷിക എന്നാണ്. ബോച്ചേട്ടി ടീമിൽ നിന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖാണ്. മാമിന്റെ പ്ലേസ് എവിടെയായിരുന്നു? ഭദ്രാവതി, കർണാടക. കർണാടകയിലാണ്. നാട്ടിലെവിടെയായിരുന്നു? കേരളത്തില്? വള്ളിക്കുന്നിലാണ് മൂത്താപ്പി മക്കളൊക്കെ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ചായയൊക്കെ കുടിച്ചോ? വീട്ടിലാരൊക്കെ? കുടി കഴിഞ്ഞു. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മോളുണ്ട്, ഉമ്മ ഉണ്ട്. ഇക്ക എന്താണ്? മംഗലാപുരം. പഠിക്കാണോ മോള്? മോള് സെക്കൻഡ് PU. ഏത് കോഴ്സായിരുന്നു? എനിക്ക് പ്ലസ് ടു ലാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ ഒക്കെ? മഴയാണോ? ഇവിടെ വയനാട്. വയനാടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാരും സർവൈവ് ചെയ്ത് വരുന്നു. പിന്നെ ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. മഴ ഇപ്പൊ 2-3 ദിവസമായിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. വർക്കിംഗ് ആണോ മാം? വർക്കിംഗ് ആണോ? ടീച്ചറാണ്. ആണോ? ടീച്ചറാണല്ലേ. എങ്ങനെ പിള്ളേരൊക്കെ തല്ലോ? തലവേദന സ്കൂളിൽ പോയിട്ട് വന്നിട്ടാ? എന്തായാലും പെട്ടെന്ന് തുടങ്ങിയതാണ്. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കുട്ടികൾക്ക്. ഓക്കെ. എങ്ങനെ തല്ലുന്ന മിസ്സാണോ? ലൊക്കേഷൻ കോമ്പറ്റീഷൻ ആണോ? കുറച്ച് ഏത് സബ്ജക്റ്റാ ഹാൻഡിൽ ചെയ്യുന്നേ? ഏത് സബ്ജക്റ്റാ ഹാൻഡിൽ ചെയ്യുന്നേ? പ്രൈമറി ആണ്. എങ്ങനെ അടിക്കോ? കുട്ടികളൊക്കെ അടിക്കോ? സ്ട്രിക്റ്റ് ആണോ? കുറച്ചൊക്കെ പേടിപ്പിക്കണല്ലോ, അല്ലെങ്കിൽ പറ്റില്ലല്ലോ. ഇപ്പൊ ഗവൺമെന്റിന്റെ റൂൾസ് ആണ്, അടിക്കാനേ പാടില്ല. ഇപ്പത്തെ മക്കള് ഹൈപ്പർ മക്കളല്ലേ. അതെ അതെ, കൊറോണ ബാച്ചല്ലേ. അതെ അതെ, അതുകൊണ്ട് കുറച്ച് കുറുമ്പ് കൂടുതലായിരിക്കും. അപ്പൊ പിന്നെ ഞാനേ ഒരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വിളിച്ചേട്ടോ. മാം ബോച്ചേട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. ആ ഒരു ബോച്ചേട്ടി വാങ്ങിയതിലൂടെ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുണ്ട് കേട്ടോ. അതെ, 10 ലക്ഷത്തിന്റെ പ്രൈസ് മണി ആണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പി അല്ലേ? എന്താണ്? 10 ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹാപ്പി അല്ലേന്ന്? നേരായിട്ട് വീഡിയോ കോൾ വിളിച്ച് ഞാൻ കള്ളം പറയും. വിശ്വസിച്ചേ പറ്റൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്തായാലും വിശ്വസിച്ചേ പറ്റൂ കേട്ടോ. എന്തായാലും വിശ്വസിച്ചേ പറ്റൂ. അതെ അതെ. പിന്നെ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്ക. ഹാപ്പിയാണ്, ഇനിയും ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഇനിയും ഒരുപാട് ബോച്ചേട്ടി വാങ്ങിക്കാട്ടോ. ഇപ്പൊ 10 ലക്ഷത്തിന്റെ പ്രൈസ് മണി മാത്രല്ല, നമുക്ക് 25 crore ബമ്പർ പ്രൈസും, പിന്നെ അതേപോലെ തന്നെ കാറ്, ബൈക്ക്, ഫ്ലാറ്റ്, അങ്ങനെ കുറെ സമ്മാനങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട്. എല്ലാം മേടിക്കണ്ടേ? അതെ, എല്ലാം കിട്ടട്ടെ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് നേരാണോ? അയ്യോ, സത്യമായിട്ടും പ്രശ്നത്തിലാണ്. വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ കള്ളം പറയോ? ഞാൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എനിക്കിത് കേട്ടിട്ട് എന്താ ചെയ്യേണ്ടിന്ന് അറിയുന്നില്ല. സന്തോഷിക്ക, അത്രേ ഉള്ളൂ. മാഷാഅല്ലാഹ്. അതെ അതെ. പിന്നെ അപ്പൊ ഹാപ്പി ആണല്ലോ അല്ലേ?
എങ്ങനെ ഇപ്പൊ ഞാൻ അത് വാങ്ങാം? അത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആ ടീമിന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ മോളോടൊക്കെ പറയാ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാട്ടോ മോച്ചിറ്റി വാങ്ങാനായിട്ട്. എല്ലാവർക്കും കിട്ടട്ടെ. ഫാമിലിയോടും ഫ്രണ്ട്സിനോടും അവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പറഞ്ഞോളൂ. പറയാ, ഉറപ്പായിട്ട് പറയാം. എല്ലാരും എടുക്കട്ടെ. ഈ സംഭവം ഇപ്പൊ എനിക്ക് കിട്ടിയത് ഞാൻ അപ്പൊ നാളെ തന്നെ എല്ലാരടുത്തും പറയല്ലോ. അപ്പൊ എല്ലാരും വാങ്ങട്ടെ. അതെ 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 ഞാൻ പറയും. അതെ അതെ, അപ്പൊ എല്ലാരോടും പറയാ, എല്ലാരോടും എടുക്കാൻ പറയാ, എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ. ഉറപ്പായിട്ട് പറയാം. തലവേദനക്കല്ലേ, നല്ല മോച്ചട്ടി എടുത്ത് കുടിക്കി. തലവേദന ഇപ്പൊ കുറച്ച് കുറഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. ആണോ? എന്തായാലും ഹാപ്പിനെസ് വരുമ്പോ നമ്മുടെ എല്ലാ അസുഖങ്ങളും മാറും. ശരിയാണ്. ഇല്ലാത്ത വല്ലാത്തൊരു പ്രശ്നത്തിലായിരുന്നേ. ഇത് കേട്ടപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടിന്ന് അറിയുന്നില്ല. ഇവിടെ എന്റെ മോള് ഭയങ്കര സന്തോഷത്തിലാണ്. ആണോ? മോളുണ്ടോ അവിടെ? ഉണ്ടോ മോളുണ്ടോ? മോളുണ്ടോ അവിടെ? ഉണ്ട്, മോളുണ്ട് ഇവിടെ. കാണാൻ പറ്റോ? ആ, പിന്നെ നേരെ എനിക്കിത് സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഫൂലാക്കണോ? എന്തോ? എന്നെ ഫൂലാക്കണോന്ന്? ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ ഫൂലാക്കോ? ഹലോ, എന്താ മോളുടെ പേരെന്തായിരുന്നു? ഫിദ. എങ്ങനെയാ ക്ലാസ് ഒക്കെ എങ്ങനെ പോണു? കുഴപ്പമില്ല. സന്തോഷവാർത്ത അറിഞ്ഞില്ലേ? ക്ലാസ്സിലെല്ലാരും പറയില്ലേ? അത് പിന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ പഠിത്തത്തിന് എല്ലാത്തിനും ആയിട്ട് നമുക്കത് എടുക്കാലോ. അപ്പൊ ക്ലാസ്സിൽ എല്ലാരോടും പറയാട്ടോ. ബോച്ചട്ടിയൊക്കെ കുടിക്കാം, ഇനിയും മേടിക്കാം. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവർ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ, ശരി എന്നാ ബൈ. ഓക്കെ ബൈ. കണ്ടില്ലേ, എല്ലാ തലവേദനയും മാറി. ഫാത്തിമ ടീച്ചർ ഹാപ്പിയായി. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ടീച്ചർക്ക്. പക്ഷെ ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നർ ആയതിലൂടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ പോവാണ്. ഇനി ആരും അവരുടെ സ്വപ്നങ്ങളൊന്നും ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വേഗം പോയി ബോച്ചേറ്റി വാങ്ങിക്കോളൂ. ഇപ്പൊ 10 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രമല്ല, 25 കോടിയുടെ ബമ്പർ പ്രൈസ്, കാറുകൾ, ബൈക്കുകൾ, മൊബൈൽ ഫോണുകൾ, ഫ്ലാറ്റുകൾ, ഡെയിലി തൗസൻഡ്സ് ഓഫ് ക്യാഷ് പ്രൈസ്, അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോ അടുത്ത ഭാഗ്യശീലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.